നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. കുവൈറ്റ് ദുരന്തം മരിച്ചവരുടെ മൃതദേഹങ്ങളുമായി വ്യോമസേനാ വിമാനം കൊച്ചിയിലെത്തി. കുവൈറ്റ് ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങളുമായി വ്യോമസേനാ വിമാനം കൊച്ചിയിലെത്തി. 23 മലയാളികളുടേതുൾപ്പെടെ 45 പേരുടെ മൃതദേഹവുമായാണ് വ്യോമസേനാ വിമാനം കൊച്ചിയിലെത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാർ തുടങ്ങിയവർ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി വിമാനത്താവളത്തിലെത്തി. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗും വിമാനത്തിലുണ്ട്. 6:20 വിമാനം കുവൈറ്റിൽ നിന്ന് പുറപ്പെട്ടത്. കൊച്ചിയിൽ നിന്ന് മൃതദേഹങ്ങൾ പ്രത്യേകം ആംബുലൻസുകളിൽ വീട്ടിലെത്തിക്കും. വ്യോമസേനയുടെ C-30J വിമാനത്തിലാണ് മൃതദേഹങ്ങൾ എത്തിയത്. 23 മലയാളികൾ, 7 തമിഴ്നാട് സ്വദേശികൾ, 1 കർണാടക സ്വദേശി എന്നിവരുടെ മൃതദേഹങ്ങളാണ് കൊച്ചിയിൽ കൈമാറുക. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നൽകുമെന്ന് MK സ്റ്റാലിൻ. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ സർക്കാർ ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കുവൈറ്റിൽ ചികിത്സയിൽ കഴിയുന്ന തമിഴ്നാട് സ്വദേശികൾക്ക് ആവശ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കാൻ പ്രവാസി തമിഴരുടെ ക്ഷേമ വകുപ്പിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകടത്തിൽ തമിഴ്നാട് സ്വദേശികളായ 7 പേരാണ് മരിച്ചത്. മരിച്ചവരുടെ കുടുംബങ്ങളെ മുഖ്യമന്ത്രി അനുശോചനം അറിയിച്ചു. വീണ ജോർജിന് കുവൈറ്റ് യാത്ര നിഷേധിച്ച സംഭവം അനാവശ്യ വിവാദം ഉണ്ടാകേണ്ടെന്ന് സുരേഷ് ഗോപി. ആരോഗ്യമന്ത്രി വീണ ജോർജിന് കുവൈറ്റിലേക്ക് യാത്രാനുമതി നിഷേധിച്ച സംഭവത്തിൽ വിവാദം വേണ്ടെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അനാവശ്യ വിവാദം ഉണ്ടാക്കേണ്ട. കുവൈറ്റിലെ ദുരന്തത്തിൽ മരിച്ചവർക്കുള്ള ധനസഹായവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കേണ്ടതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. G7 ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി ഇറ്റലിയിൽ. മാർപ്പാപ്പയെ കണ്ടേക്കും. G7 ഉച്ചകോടിയുടെ ഔട്ട്റീച്ച് സെഷനിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച ഇറ്റലിയിലെ അബുലിയിലെത്തി. വെള്ളിയാഴ്ച നടക്കുന്ന ഉച്ചകോടിയുടെ ഭാഗമായി അദ്ദേഹം നിരവധി നേതാക്കളെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. 3ാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ വിദേശയാത്രയാണിത്. ചെങ്ങന്നൂരിൽ സ്കൂൾ ബസിന് തീപിടിച്ചു. ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. ഒഴിവായത് വൻ ദുരന്തം. ചെങ്ങന്നൂരിൽ സ്കൂൾ ബസിന് തീപിടിച്ചു. മാന്നാർ ശ്രീ ഭുവനേശ്വരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ബസ്സിനാണ് തീപിടിച്ചത്. ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. ബസ്സിലുണ്ടായിരുന്ന 17 കുട്ടികളും സുരക്ഷിതരാണ്. തീപിടുത്തത്തിന് കാരണം വ്യക്തമായിട്ടില്ല. മുൻവശത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ട് ഡ്രൈവർ ബസ് നിർത്തുകയായിരുന്നു. തുടർന്ന് കുട്ടികളെ എല്ലാം ബസ്സിൽ നിന്നും മാറ്റി. അല്പസമയത്തിനുള്ളിൽ സ്കൂൾ ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. തലനാഴിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. കുട്ടികളെ മറ്റൊരു സ്കൂൾ ബസ്സിൽ വീട്ടിലേക്ക് തിരികെ എത്തിച്ചു. ആല ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപമായിരുന്നു അപകടം നടന്നത്. ലോക കേരള സഭയുടെ 4ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ലോക കേരള സഭയുടെ 4ാം സമ്മേളനം മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നിയമസഭാ മന്ദിരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഉദ്ഘാടനം. കുവൈറ്റിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ നടത്താനിരുന്ന കലാപരിപാടികൾ മാറ്റിവെച്ചിരുന്നു. ഇന്ന് രാവിലെ നടത്താനിരുന്ന ചടങ്ങ് മുഖ്യമന്ത്രി കൊച്ചിയിലേക്ക് തിരിച്ച പശ്ചാത്തലത്തിൽ 3 മണിയിലേക്ക് മാറ്റുകയായിരുന്നു. സർക്കാർ നൽകിയ ഫ്ളാറ്റിൽ താമസം തുടങ്ങാനാവാതെ മുസ്ലിം സ്ത്രീയും മകനും. 33 കുടുംബങ്ങളുടെ പ്രതിഷേധം കാരണം. മറ്റ് താമസക്കാരുടെ പ്രതിഷേധം മൂലം സർക്കാർ അനുവദിച്ച ഫ്ളാറ്റിനകത്ത് താമസം തുടങ്ങാനാവാതെ മുസ്ലിം സ്ത്രീയും മകനും.
വഡോദരയിലെ ഹർണിയിൽ സ്ഥാപിച്ച 462 ഫ്ളാറ്റുകൾ അടങ്ങുന്ന ബഹുനില സമുച്ചയത്തിലെ K204 ഫ്ളാറ്റ് ലഭിച്ച മുസ്ലിം സ്ത്രീക്കും മകനുമാണ് 6 വർഷമായിട്ടും ഇവിടെ പ്രവേശിക്കാൻ സാധിക്കാത്തത്. താഴ്ന്ന വരുമാനമുള്ളവർക്കുള്ള ഭവന പദ്ധതിയായ മുഖ്യമന്ത്രി ആവാസ് യോജന പ്രകാരം വഡോദര മുനിസിപ്പൽ കോർപ്പറേഷൻ അനുവദിച്ചതാണ് ഫ്ളാറ്റ്. എന്നാൽ ഇതേ കെട്ടിട സമുച്ചയത്തിൽ താമസിക്കുന്ന മോദനാഥ് റെസിഡൻസി കോപ്പറേറ്റീവ് ഹൗസിംഗ് സർവീസസ് സൊസൈറ്റി ലിമിറ്റഡിൽ അംഗങ്ങളായ 33 കുടുംബങ്ങൾ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നതാണ് അമ്മയ്ക്കും മകനും തിരിച്ചടിയായത്. ഒരു പ്രവാസിയുടെ തിരിച്ചുവരവ് കാത്തിരിക്കുന്ന ഉറ്റവർക്ക് ഇത് താങ്ങാവുന്നതിലും വലുതാണ് മുഖ്യമന്ത്രി. പ്രവാസ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമാണ് കുവൈറ്റ് അപകടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുവൈറ്റ് ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹവുമായി വിമാനം കൊച്ചിയിലെത്തി. ഇനി ഇങ്ങനെയൊരു ദുരന്തവും സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ അത്യാവശ്യമാണെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.